ആരിഫെ, നീ പറ, എന്തുകൊണ്ട് അവർ നിന്നോട് സ്വന്തം മാതാവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണ്, എന്ത് അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് നിന്നോട് പറയാൻ സാധിച്ചില്ല? എന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ അവർക്ക് ചുട്ട മറുപടി കൊടുത്തോളും. ഈ ഒറ്റ എന്തുകൊണ്ട് നീ അവിടെ മറുപടി പറഞ്ഞില്ല? എന്തുകൊണ്ട് നിന്നെ കൊണ്ടത് തൊടാൻ സാധിച്ചില്ല? എനിക്കിപ്പോ ദരിദ്ര യോഗമാണ് 3.25 വർഷം. സത്യത്തില് അവനെ കൊണ്ടത് പറയാൻ സാധിക്കൂല. കാരണം അവന്റെ ആശയം സ്വതന്ത്ര ചിന്താ ആശയം അല്ലെങ്കിൽ നിരീശ്വരവാദ ആശയം അത് അനുവദിക്കുന്നുണ്ട്. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, പരിപൂർണമായിട്ട് അനുവദിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു ബേസ് പോലും, ഒരു അടിസ്ഥാനം പോലും അവരുടെ കയ്യിലില്ല. അല്ല, ശരിയാണ് സാർ, അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല. നമ്മൾ ചുമ്മാ പറയുന്നതാണോ? അല്ല, ആരിഫിന്റെ ആശയത്തിൽ തന്നെയുള്ള കാര്യമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ആരിഫിന്റെ സ്വന്തം സംഘടന ബെസ്റ്റ് ഫ്രീ തിങ്കർ അവാർഡ് ആരിഫിന് കൊടുത്ത അതേ സംഘടന നീയാണോ? അതെ, ഞാനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദ സമ്മേളനത്തിൽ എസൻസ് ഗ്ലോബൽ എന്ന സംഘടനയുടെ പ്രോഗ്രാമിൽ സ്വന്തം മാതാവിനെ കുറിച്ചും സ്വന്തം സഹോദരിയെ കുറിച്ചും പറയുന്നത് നിങ്ങൾ കേട്ടു നോക്ക്. സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. സ്വതന്ത്ര ലൈംഗികത നമ്മുടെ പാർട്ടാണ്. പഴയ സ്ഥലത്ത് സ്വതന്ത്രത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അത് ഒരു പാർട്ടാണ്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. നിനക്ക് ചില്ലറ കടിയൊന്നുമല്ലടാ. മോനെ, ഈ കൊടയെടുത്ത കാരണവർക്ക് ചൂടാൻ കൊടുക്ക്. ഈ മാതിരി വിത്തൊന്നും നനയാൻ പാടില്ല. If they are willing, let them do. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം മാതാവുമായിട്ടും സഹോദരിയുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിൽ തെറ്റില്ലാന്ന്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് ശരിയാ. അതിൽ തെറ്റില്ലത്രേ. കേരളത്തിൽ പബ്ലിക് ആയിക്കൊണ്ട് ഏറ്റവും വലിയ നിരീശ്വരവാദ സമ്മേളനത്തിൽ പറയാണ്. ഇതിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിവരം കേട്ട വർഗം. അത് മാത്രമാണോ? അല്ല, ഉപദേശിക്കുകയാണ്. എന്താ പറയുന്നത്? ഇഫ് ദേ വാണ്ട് ലെറ്റ് ദം ഡു. അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. ഒരു പ്രത്യേക ജീവിതല്ലേ. 2 ഫ്രീ തിങ്കേഴ്സ്, അവർ സഹോദരനും സഹോദരി ആയിക്കോട്ടെ, മാതാവും മകനും ആയിക്കോട്ടെ, എന്നാൽ പോലും ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് തെറ്റെന്ന് പറയേണ്ട ആവശ്യമില്ലാന്ന്. ഇവരുടെയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിമണ്ണല്ലടാ, പിണ്ണാക്ക, നല്ല ഒറിജിനൽ പിണ്ണാക്ക്. ആ ഒരു വീഡിയോ അതിനെതിരെ വ്യാപകമായിട്ടുള്ള മനുഷ്യന്മാർക്കിടയിൽ നിന്നുള്ള വിശ്വാസികൾക്കിടയിൽ നിന്നുള്ള പ്രതിഷേധം ഉണ്ടായ സമയത്ത് അതിനെ വിശദീകരിച്ചുകൊണ്ട് മനുപ്രസാദ് ഇത് 2ാമത്തെ ക്ലാസ് ആണ്. അത് അവിടെ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്സിനെ പറ്റി അല്ല, ഒരു റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം, വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. മോനെ തുടിക്ക പ്ലക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത തലമുറ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സെക്സിനെ കുറിച്ചല്ല അത്രേ പറഞ്ഞത്. ഒരു രസത്തിന് വേണ്ടി സെക്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അത്രേ. ഇതാണ് ഇവരുടെ ആശയം എന്നുള്ളത്. കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. സ്വന്തം ഉമ്മാന്റെ മരണം വരെ സെക്ഷുവലൈസ് ചെയ്തുകൊണ്ട് ലൈംഗികവൽക്കരിച്ചുകൊണ്ട് അവന്റെ കാണികൾക്ക്, അവന് ഫണ്ട് കൊടുക്കുന്നവന്മാർക്ക് സന്തോഷിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. നമ്മളെ പാലൂട്ടി വളർത്തിയിട്ടുള്ള, നമ്മളെ പ്രസവിച്ച് നമ്മളെ ഉമ്മാനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു ചേ എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല. അന്റെ ഒരു ആണും പെണ്ണും കെട്ട ജമ്മല്ലേ. ഉമ്മാനെ കുറിച്ച് മോശമായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള വാക്കുകൾ എഴുതി ചേർക്കുകയാണ്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെയാണോടാ പട്ടി? പോയി ചത്തുടടാ. Wanna